അബ്ദുൽ ഹക്കീം നദ്വി സാഹിബിനെ സ്നേഹാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രപഞ്ചനാഥൻ്റെ കരുണാകടാക്ഷങ്ങൾ നാം ഏവരിലും സദാ വർഷിക്കുമാറാവട്ടെ എന്നാദ്യമായി ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഈ മൈത്രി സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അഭിവന്ദ്യനായ സ്വാമി അവ്യാനന്ദ അവർകൾ, വേദിയിലുള്ള ഡോക്ടർ കെ എസ് മാധവൻ, റവറൻഡ് ബിബിൻ മാത്യു സാർ, ഡോക്ടർ എ കെ വാസു, കെ ടി ബാബുരാജ്, ജമാൽ കടന്നപ്പള്ളി, സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ച കെ എം മക്ബൂൽ, ഇവിടെ പുസ്തക പ്രകാശനം നിർവഹിക്കുന്ന പുസ്തകം രചിച്ച ജി കെ എടത്തനാട്ടുകര, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കണക്റ്റ എന്ന പേരിൽ ഇന്നലെ മുതൽ ആരംഭിച്ച ഈ എക്സിബിഷൻ്റെ ഭാഗമായിക്കൊണ്ടാണ് അതിൻ്റെ 2ാം ദിവസമായ ഇന്ന് മൈത്രിയുടെ സാമൂഹ്യ പാഠങ്ങൾ എന്ന തലക്കെട്ടിൽ ഇങ്ങനെ ഒരു സാംസ്കാരിക സദസ്സ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സാധാരണ പറയാറുണ്ട്, ഭരണഘടന ഒരു മനുഷ്യനെ പൗരനാക്കി മാറ്റുകയാണ് ചെയ്യുക. പൗരന്മാർക്കിടയിൽ സാഹോദര്യബന്ധം ഊട്ടിയുറപ്പിക്കണമെങ്കിൽ മനുഷ്യർക്കിടയിലുള്ള ബന്ധത്തിൻ്റെ പവിത്രത മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു മൈത്രി ഭാവന ഒരു സമൂഹത്തിൽ രൂപപ്പെടണം എന്നതാണത്. അഥവാ മനുഷ്യ സമൂഹത്തിനിടയിൽ ഉണ്ടാവേണ്ട സ്വാഭാവികമായ ബന്ധങ്ങൾ, ആ ബന്ധങ്ങളുടെ മഹത്വമാണ് മനുഷ്യ സമൂഹത്തിൻ്റെ മനോഹാരിതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ മനോഹരമായൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയുടെ പ്രയാമ്പിൾ, അതിൻ്റെ ആമുഖം വളരെ പ്രധാനപ്പെട്ട 4 തത്വങ്ങളെ ഊന്നി പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ പ്രയാമ്പിൾ എഴുതി വച്ചിട്ടുള്ളത്. അതിലൊന്നാമത്തേത് ജസ്റ്റിസ് എന്ന് പറയുന്ന സാമൂഹ്യപരമായ, സാമ്പത്തികപരമായ, രാഷ്ട്രീയപരമായ നീതിയെക്കുറിച്ചാണ് ഒന്നാമതായി സംസാരിക്കുന്നത്. രണ്ടാമത്തേത് ലിബർട്ടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവകാശങ്ങളെക്കുറിച്ചും സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കടപ്പാടുകളെക്കുറിച്ചുമാണ് രണ്ടാമത് പ്രയാമ്പിൾ ഓർമ്മപ്പെടുത്തുന്നത്. മൂന്നാമത്തേത് ഇക്വാലിറ്റി എന്ന് പറയുന്ന മനുഷ്യർക്കിടയിൽ ഉണ്ടാവേണ്ട സമത്വം, മതപരമായ, ജാതിപരമായ, സാംസ്കാരികപരമായ, ലിംഗപരമായ, ആശയപരമായ സമത്വത്തെക്കുറിച്ചാണ് ഭരണഘടനയുടെ പ്രയാമ്പിൾ മൂന്നാമതായി സംസാരിക്കുന്നത്. നാലാമത്തെ പ്രയോഗം ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നതാണ്, സാഹോദര്യം എന്ന് പറയുന്ന ആശയം. അഥവാ ഭരണഘടനയെ നീതിയിൽ അധിഷ്ഠിതമായി ലിബർട്ടി എന്ന് പറയുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കാൻ കഴിയുന്ന, മനുഷ്യർക്കിടയിൽ ഉണ്ടാവേണ്ട സ്വാഭാവികമായ സമത്വം രൂപപ്പെടുത്തുന്നതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് നാലാമത് പറയുന്ന ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന മനുഷ്യർക്കിടയിൽ ഉണ്ടായിരിക്കേണ്ട സാഹോദര്യ ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പരാമർശം. ആ സാഹോദര്യ ബന്ധം ശക്തിപ്പെടുത്തുക എന്നതാണ് നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത്.
നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമ്മൾ പറയാറുള്ളത് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരുപാട് വൈവിധ്യങ്ങളുള്ള, ഒരുപക്ഷെ ലോകത്ത് ഇത്രമാത്രം വൈവിധ്യങ്ങളുള്ള മറ്റൊരു രാജ്യത്തെ ലോകത്ത് നമുക്ക് വേറെ കാണാൻ കഴിയില്ല. അത്രമാത്രം വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ പോക്കറ്റിലുള്ള ഒരു 10 രൂപ നോട്ടെടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ നോട്ടിനകത്ത് 17 ഭാഷകളിൽ അതിൻ്റെ മൂല്യം എഴുതി വെച്ചത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ലോകത്ത് മറ്റേതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ കറൻസിയിലും ഇത്രമാത്രം ഭാഷയിൽ അതിൻ്റെ മൂല്യം എഴുതി വെച്ചത് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തിനാണ് ഇന്ത്യയുടെ കറൻസിയിൽ 17 ഭാഷകളിൽ അതിൻ്റെ മൂല്യം എഴുതി വെച്ചത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്നേ ഉള്ളൂ. അത്രമാത്രം വലിയ ഭാഷാ വൈവിധ്യമുള്ള രാജ്യമാണ് ഇന്ത്യ. ഭാഷകളുടെ വൈവിധ്യങ്ങൾ മാത്രമല്ല, സംസ്കാരങ്ങളുടെ വൈവിധ്യങ്ങൾ, മതങ്ങളുടെ വൈവിധ്യങ്ങൾ, ജാതികളുടെ വൈവിധ്യങ്ങൾ, ഉപജാതികളുടെ വൈവിധ്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാടധികം വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന ഈ രാജ്യത്തെ മനോഹരമാക്കുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആ വൈവിധ്യങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കേണ്ടുന്ന സാഹോദര്യ ബന്ധമാണ്. നമ്മൾ ബഹുസ്വരത അല്ലെങ്കിൽ പ്ലൂരലിസം എന്നൊക്കെ പറയാറുണ്ട്. ബഹുസ്വരത അല്ലെങ്കിൽ പ്ലൂരലിസം എന്ന് പറയുന്നത് എല്ലാ വൈവിധ്യങ്ങളും ചേർന്ന് ഒന്നാകുന്നതിൻ്റെ പേരല്ല, മറിച്ച് എല്ലാ വൈവിധ്യങ്ങളും വൈവിധ്യങ്ങളായി നിലകൊണ്ടു തന്നെ അവർക്കിടയിൽ ഉണ്ടാകേണ്ട സൗഹൃദങ്ങളും അവർക്കിടയിൽ ഉണ്ടാവേണ്ട സാഹോദര്യ ബന്ധങ്ങളും ഊഷ്മളമായി നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയുമ്പോഴാണ് ഒരു സമൂഹം പ്ലൂറൽ സൊസൈറ്റിയായി, ബഹുസ്വരത നിലനിൽക്കുന്ന ഒരു സമൂഹമായി യഥാർത്ഥത്തിൽ മാറുക. ഇന്ന് ചിലപ്പോഴെങ്കിലും അതിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് എല്ലാ വൈവിധ്യങ്ങളും ഒന്നായി മാറലാണ് പ്ലൂരലിസം. അതുകൊണ്ട് വൈവിധ്യങ്ങളെ വൈവിധ്യങ്ങളല്ലാതാക്കി മാറ്റി ഒരു ഏകശിലാത്മകമായ ഇന്ത്യയെക്കുറിച്ചുള്ള ആലോചനകൾ നാം ജീവിക്കുന്ന സമൂഹത്തിൽ പല കോണുകളിൽ നിന്ന് വളരെ ശക്തമായി ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതല്ല ഇന്ത്യയുടെ പ്ലൂറലിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരികൽപ്പന എന്ന് പറയുന്നത്. എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളാനുള്ള നമ്മുടെ ശേഷിയാണ് യഥാർത്ഥത്തിൽ ഈ സാഹോദര്യ ബന്ധത്തിന്റെ അടിത്തറ. ആ വൈവിധ്യങ്ങളുടെ മനോഹാരിത, അതിൻ്റെ സന്തുലിതത്വം തകരാതെ നിലനിർത്തിക്കൊണ്ട് പോവുക എന്നതാണ് ആ മനോഹാരിതയെ ശക്തിപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇസ്ലാം വളരെ കൃത്യമായി അതിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നുണ്ട്. മനുഷ്യരെ കുറിച്ചുള്ള വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ അധ്യാപനം തന്നെ, അതിന്റെ അറബി ടെക്സ്റ്റ് വളരെ മനോഹരമാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് യാ അയ്യുഹന്നാസ്, വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഹ്വാനമാണത്. ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും, അവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിയോ സമുദായമോ ഏതെങ്കിലും പ്രത്യേക ഭാഷ സംസാരിക്കുന്നവരോ ഏതെങ്കിലും പ്രത്യേകമായ ഭൂമിശാസ്ത്ര ഘടനയിൽ ജീവിക്കുന്നവരോ അല്ല, മറിച്ച് ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഒരേപോലെ അഭിസംബോധന ചെയ്ത് പടച്ചതമ്പുരാൻ പറയുന്നുണ്ട്, ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വ ഉൻസ. ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും പടച്ചതമ്പുരാൻ ഈ ഭൂമി ലോകത്ത് പടച്ചത്, സൃഷ്ടിച്ചത് ഏകോദര സഹോദരന്മാരെ പോലെയാണ്. ഒരു മാതാവിൻ്റെയും ഒരു പിതാവിൻ്റെയും മക്കളെപ്പോലെ ഒന്നിച്ചു ജീവിക്കേണ്ടവരായിട്ടാണ്. ആ സാഹോദര്യ ബന്ധമാണ്, കേവല സാഹോദര്യ ബന്ധമല്ല. ഒരു മാതാവിൻ്റെയും ഒരു പിതാവിൻ്റെയും മക്കൾക്കിടയിലുള്ള സാഹോദര്യ ബന്ധം എന്താണോ, ആ സഹോദരന്മാർക്കിടയിൽ വൈവിധ്യങ്ങൾ ഉണ്ടാകും. നിറത്തിലുള്ള വൈവിധ്യം ഉണ്ടാകും, ഒരുപക്ഷെ മറ്റു പല വിധത്തിലുള്ള വൈവിധ്യങ്ങളും ഉണ്ടാവാം. ആ വൈവിധ്യങ്ങളെയെല്ലാം ഒന്നാക്കി മാറ്റുന്നത് അവരുടെ മാതാപിതാക്കൾ ഒന്നാണ് എന്ന് പറയുന്ന സങ്കല്പമാണ്. ആ മാതാപിതാക്കൾ ഒന്നാണ് എന്ന സങ്കല്പത്തിൽ നിന്നുകൊണ്ടുള്ള സാഹോദര്യ ബന്ധത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ വേദഗ്രന്ഥം ലോകത്തോട് സംസാരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അത് കേവലം ഒരു സാഹോദര്യ ബന്ധം എന്ന തത്വം പറഞ്ഞ് അവസാനിപ്പിക്കൽ മാത്രമല്ല, ആ തത്വത്തെ ഒന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി അടിത്തറമാക്കിക്കൊണ്ട് പടച്ചതമ്പുരാൻ പറയുന്നുണ്ട്, വലഖദ് കറംനാ ബനി ആദം. ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും പടച്ചതമ്പുരാൻ നാം ആദരിച്ചിട്ടുണ്ട്. അഥവാ ദൈവത്തിന്റെ ആദരവിന് വിധേയമാവാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തില്ല. എല്ലാ മതവിഭാഗത്തിലും പെട്ടവർ ആ ആദരവിന് വിധേയമായവരാണ്. എല്ലാ ജാതിയിലുമുള്ളവർ ആ ആദരവിന് വിധേയമായവരാണ്. എല്ലാ ഭാഷ സംസാരിക്കുന്നവരും ആ ആദരവിന് വിധേയപ്പെട്ടവരാണ്.
ഏത് പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരാണെങ്കിലും അവർ ആ ആദരവിന് വിധേയരാണ്. ഏത് കാലഘട്ടത്തിൽ ജീവിച്ചു പോയവരാണെങ്കിലും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഇനി വരാനിരിക്കുന്ന ജനതയാണെങ്കിലും അവരെല്ലാവരും ആ ആദരവിന് വിധേയരാണ്. ഇങ്ങനെ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ദൈവത്താൽ ആദരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു മൈത്രിയുടെ, സാഹോദര്യ ബന്ധത്തിന്റെ മനോഹരമായ ഒരു സങ്കല്പമാണ് ലോകത്തിന്റെ മേൽ ഇസ്ലാം സമർപ്പിക്കുന്നത് എന്ന് വേദഗ്രന്ഥം വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ആ സാഹോദര്യ ബന്ധത്തിനെ ഉലച്ചിലേൽപ്പിക്കുന്ന, ആ സാഹോദര്യ ബന്ധത്തിന്റെ അടിത്തറ പുഴകിക്കളയുന്ന, അതിനെ ഇല്ലാതാക്കി കളയുന്ന എന്ത് പ്രവർത്തനങ്ങളാണെങ്കിലും ആ പ്രവർത്തനങ്ങൾ ഒരു സമൂഹത്തിൽ ഉണ്ടാവരുതേ എന്നാഗ്രഹിക്കുന്ന, അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരാശയപരമായ അടിത്തറ കൂടി ഇസ്ലാമിനകത്തുണ്ട് എന്നത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അഥവാ മനുഷ്യർക്കിടയിലുള്ള ഈ സാഹോദര്യ ബന്ധത്തെ തകർക്കാൻ പാടില്ല. നേരത്തെ സ്വാഗത പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു പൂന്തോട്ടത്തിൽ വൈവിധ്യമുള്ള, പല നിറത്തിലുള്ള, പല ഭാവങ്ങളിലുള്ള, പല വലുപ്പങ്ങളിലുള്ള പുഷ്പങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആ പൂന്തോട്ടം സൗന്ദര്യമുള്ളതായി മാറുക. ഒരു മ്യൂസിക് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ മ്യൂസിക് സിസ്റ്റത്തിനകത്ത് പല വിധത്തിലുള്ള ഉപകരണങ്ങൾ ഉണ്ടാകും. ഒരാൾ തബല വായിക്കും, മറ്റേയാളുടെ കയ്യിൽ ഗിറ്റാറാണ് ഉണ്ടാവുക, മൂന്നാമത്തെയാൾ വയലിൻ വായിക്കും, നാലാമത്തവൻ ഡ്രമ്മിൽ മുട്ടും. ഇതെല്ലാം കൂടി അതിന്റെ താളത്തിൽ ഇങ്ങനെ മുട്ടുമ്പോഴുണ്ടാകുന്ന നമ്മുടെ ഒരു ആസ്വാദനമുണ്ടല്ലോ, ആ ആസ്വാദനമാണ് ഒരു സംഗീതത്തെ നമുക്ക് ആസ്വദിപ്പിക്കാൻ നമ്മെ പാകപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ വിഭാഗങ്ങളും അവരവരുടെ റോൾ യഥാവിധം നിർവഹിച്ചുകൊണ്ട്, അവരവരുടെ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ നിർവഹിച്ചുകൊണ്ട്, ആ ഉത്തരവാദിത്വം സന്തുലിതമായ സ്വഭാവത്തിൽ നിലനിർത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ സമൂഹത്തിൽ ഉണ്ടാകുന്ന വളരെ പ്രത്യുൽപ്പന്നമതിത്വമുള്ള, അങ്ങേയറ്റത്തെ മനോഹാരിതയുള്ള, സർഗാത്മകമായ, സൗന്ദര്യമുള്ള ഒരു ജീവിതത്തിന്റെ കാഴ്ചപ്പാട് നമുക്കവിടെ കാണാൻ സാധിക്കും. ആ കാഴ്ചപ്പാടിന് പരിക്കേൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യങ്ങൾ തകർക്കപ്പെടണമെന്ന് ബോധപൂർവം ആഗ്രഹിക്കുന്ന പല വിധത്തിലുള്ള ശക്തികളും നമ്മുടെ രാജ്യത്ത് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത, മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയാത്ത, മനസ്സ് തുറന്നുകൊണ്ട് പരസ്പരം ആശയങ്ങൾ പങ്കുവെക്കാൻ കഴിയാത്ത വിധമുള്ള അകൽച്ചകൾ മനുഷ്യർക്കിടയിൽ സൃഷ്ടിക്കുവാനുള്ള വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ നാം ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ മനസ്സ് തുറന്ന് പരസ്പരം സംസാരിക്കാൻ, ആശയങ്ങൾ പങ്കുവെക്കുവാൻ, തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കുവാൻ, നമുക്കറിയാമല്ലോ മനസ്സു തുറന്ന് സംസാരിക്കുമ്പോഴാണ് അവർക്കിടയിലുള്ള തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കപ്പെടുക. സംസാരിക്കാൻ തയ്യാറില്ലാത്ത, പരസ്പരം ആശയങ്ങൾ പങ്കുവെക്കാൻ സാധിക്കാത്ത, സംവാദങ്ങൾ നടക്കാത്ത ഒരു സമൂഹത്തിൽ വലിയ തോതിലുള്ള മൗനത്തിന്റെ ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുമെന്ന് മാത്രമല്ല, അത് മനുഷ്യർക്കിടയിലുള്ള അകൽച്ചകളായി മാറുകയും ആ അകൽച്ചകൾ ശത്രുതകളായി മാറുകയും അത് വലിയ സംഘട്ടനങ്ങളായി മാറുകയുമാണ് ചെയ്യുക. അതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാതിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ സമൂഹത്തെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമുണ്ട്. ആ തത്വം ഇങ്ങനെയാണ്: ലാ തതമന്നൗ ലിഖാ അൽ അദുവി. നീ ശത്രുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കരുത്. അഥവാ ഒരു ശത്രു ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് പറയുന്ന സങ്കല്പം നിങ്ങളെ ഭരിക്കാൻ പാടില്ല. ഇന്ന് അങ്ങനെയാണ് മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചകൾ മുന്നോട്ട് പോകുന്നത്. സംഘടനകൾ വളരുന്നത് അങ്ങനെയാണ്, ഒരു ശത്രുവിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ ശത്രുവിനെതിരെയുള്ള ശാസ്ത്രവത്തിന്റെ ശക്തി എത്രത്തോളം വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം വർദ്ധിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ പക്ഷത്തെ ശക്തിപ്പെടുത്തുക എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഘടനാ വളർച്ചയുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെ വളർച്ചയുടെയും ഒരു അടിസ്ഥാനമായി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇസ്ലാം ഒരിക്കലും അത് അനുവദിക്കുന്നില്ല. ശത്രുവിനെ കണ്ടുമുട്ടുന്നത് ആഗ്രഹിക്കലല്ല മനുഷ്യത്വം, മറിച്ച് നിങ്ങൾ എപ്പോഴും പടച്ചതമ്പുരാനോട്, ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് സമാധാനത്തോടെ, സന്തോഷത്തോടെ, ആശ്വാസത്തോടുകൂടി ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയാൻ വേണ്ടിയാണ്.
അതായിരിക്കണം നിങ്ങളുടെ ആഗ്രഹം, അതായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥന. അതല്ല ശത്രുവിനെ ഉണ്ടാക്കിക്കൊണ്ട് ശത്രുവിലൂടെയുള്ള വളർച്ചയെ കുറിച്ചുള്ള ആലോചിക്കലല്ല. അഥവാ ശത്രുവിനെ ഇല്ലാതാക്കിക്കൊണ്ട് എല്ലാവരും ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ ഘടന ഈ ലോകത്ത് രൂപപ്പെടുക, നാം ജീവിക്കുന്ന സമൂഹത്തിൽ ഉണ്ടാവുക എന്നതാണ് ഈ സമ്മേളനത്തിന്റെ ഈ സംഗമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്. കണക്റ്റ എന്ന പേരിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ എക്സിബിഷന്റെ മുകളിൽ വെച്ചിട്ടുള്ള ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. പ്രപഞ്ചം ദൈവം, പ്രപഞ്ചം മനുഷ്യൻ എന്നതാണത്. അഥവാ ഈ പ്രപഞ്ചവും ദൈവവും മനുഷ്യനും തമ്മിലുള്ള അവിഭാജ്യമായ ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിന് വിള്ളൽ വീണ് കഴിഞ്ഞാൽ ദൈവത്തെ കൃത്യമായി ദൈവമായി അംഗീകരിക്കുകയും ഈ പ്രപഞ്ചത്തിന്റെ വിശാലത ഉൾക്കൊള്ളുകയും മനുഷ്യൻ ആരാണെന്ന് തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് ഇത് മൂന്നും തമ്മിലുള്ള പാരസ്പര്യം, അതിന്റെ സന്തുലിതമായ സ്വഭാവത്തിൽ ഒരു സമൂഹത്തിൽ നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കുമ്പോഴാണ് ആ സമൂഹത്തിൽ മൈത്രി ഉണ്ടാവുക, സാഹോദര്യ ബന്ധമുണ്ടാവുക, മനുഷ്യർക്കിടയിലുള്ള കൂട്ടായ്മയും അവർക്കിടയിലുള്ള ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ടതിന്റെ ആ ഒരു കാഴ്ചപ്പാടും അതുവഴിയാണ് രൂപപ്പെടുക. അതുകൊണ്ട് ഈ എക്സിബിഷൻ തന്നെ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് ദൈവത്തെ പ്രപഞ്ചത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ പ്രപഞ്ചത്തിന്റെ ഭാഗമായി മനുഷ്യൻ നിലകൊണ്ടുകൊണ്ട് അത് മൂന്നും തമ്മിലുള്ള ഈ സന്തുലിതമായ താളം തെറ്റാത്ത ബന്ധത്തെ അതിന്റെ മനോഹാരിതയിൽ നിലനിർത്തി അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുക എന്നതാണ് ഇസ്ലാം മനുഷ്യ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് മൂന്നും തമ്മിലുള്ള താളം തെറ്റാത്ത ബന്ധത്തെ കുറിച്ചാണ്. ആ ബന്ധത്തിന്റെ ഊഷ്മളത നിലനിർത്തുവാൻ ഈ മൈത്രി സംഗമം ഒരു നിമിത്തമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും എല്ലാ സഹോദരിമാർക്കും, വിശിഷ്യ ഇതിൽ അതിഥികളായി ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രഭാഷകരായ എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പടച്ചതമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.